നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3 പാർട്ട് വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാർട്ട് വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യും. ഇതിൻ്റെ അകത്തുനിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും ആൻസേഴ്സും പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്യുക. താങ്ക് യു. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊല്യൂഷൻ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അതുവരെയാണ് പഠിച്ചത്. മലിനീകരണം, വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങൾ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്ലീഷൻ? റൈറ്റ് എക്സാമ്പിൾസ്. എന്താണ് റിസോഴ്സ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ വിഭവ ശോഷണം എന്ന് പറയുന്നത്? അതിന് ഉദാഹരണം എഴുതണം. അപ്പോൾ നോക്കിയോളൂ. ദ അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രീസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലീഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എന്താണ് അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ്? റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവങ്ങളുടെ അൺസയൻറ്റിഫിക് യൂസ് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമായ ഉപയോഗം. എവിടെ? ഇൻ ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങളിൽ. എന്താ? ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദനം. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായശാലകളിൽ റിസോഴ്സസിനെ, വിഭവങ്ങളെ അൺസയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നു, അശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്നു. ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലീഷൻ. ഇത് ഏതിലോട്ട് നയിക്കുന്നു? ആ റിസോഴ്സ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ വിഭവ ശോഷണത്തിലേക്ക് നയിക്കുന്നു. പിന്നെ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. അതിൻ്റെ തുടർന്ന് എന്തുണ്ടാകുന്നു? വിവിധ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും ഉണ്ടാകുന്നു. മനസ്സിലായോ എന്താണ് റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞത്? ഒന്നും കൂടെ നോക്കിയോളൂ. ദ അൺസയൻറ്റിഫിക് യൂസ് ഓഫ് റിസോഴ്സസ് ഇൻ ഇൻഡസ്ട്രീസിൽ നമ്മൾ റിസോഴ്സസിനെ അല്ലെങ്കിൽ വിഭവങ്ങളെ അൺസയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നു, അശാസ്ത്രീയമായിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതെന്തിലോട്ട് നയിക്കുന്നു? ലീഡ്സ് ടു റിസോഴ്സ് ഡിപ്ലീഷനിലോട്ടും ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, വിവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ഇനി എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ എക്സാമ്പിൾസ് ആണ്. 1. ഡീഫോറസ്റ്റേഷൻ. എന്താണ്? വന നശീകരണം, ഡീഫോറസ്റ്റേഷൻ. രണ്ടാമത്തത് ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു, അല്ലേ? മണ്ണിൻ്റെ ബലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നു. അടുത്ത 3ാമത്തത് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ റിസോഴ്സസ്. മിനറൽ റിസോഴ്സസിൻ്റെയും വാട്ടർ റിസോഴ്സസിൻ്റെയും ഡിപ്ലീഷൻ, അതിൻ്റെ ശോഷണം. അതായത് വെള്ളം, പിന്നെ മിനറൽ, ധാതു, അല്ലേ? വെള്ളത്തിൻ്റെ സ്രോതസ്സും ധാതുവിൻ്റെ സ്രോതസ്സും എന്ത് ചെയ്യുന്നു? ഡിപ്ലീറ്റ് ആവുന്നു അല്ലെങ്കിൽ ശോഷിക്കുന്നു. അതാണ് ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ റിസോഴ്സസ്. ഓക്കെ ആണല്ലോ. എന്താണ് വിഭവശോഷണം? ഉദാഹരണങ്ങൾ എഴുതുക. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. വിഭവശോഷണത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വനനശീകരണം, മണ്ണിൻ്റെ ബലഭൂയിഷ്ഠത നഷ്ടപ്പെടൽ, ജലസ്രോതസ്സുകളുടെയും ധാതു സ്രോതസ്സുകളുടെയും ശോഷണം. അതാണ് ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ ശോഷണം. ഏതിൻ്റെയൊക്കെ? വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സിൻ്റെയും, മിനറൽ റിസോഴ്സസ്, ധാതു സ്രോതസ്സിൻ്റെയും. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റീജിയണൽ ഇനിക്വാലിറ്റി? എന്താണ് റീജിയണൽ എന്ന് വെച്ചാൽ പ്രാദേശിക ഇനിക്വാലിറ്റി എന്ന് വെച്ചാൽ അസമത്വം. എന്താണ് റീജിയണൽ ഇനിക്വാലിറ്റി അല്ലെങ്കിൽ പ്രാദേശിക അസമത്വം എന്ന് പറഞ്ഞാൽ? ദ അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് inadequate basic facilities have resulted in a concentration of industrial development in certain regions. എന്ന് വെച്ചാൽ ദ അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളുടെ അൺബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, അസന്തുലിതമായ വിതരണം. പിന്നെ ഇൻഅഡ്യൂക്കേറ്റ് ബേസിക് ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത. അതാണ് ഇൻഅഡ്യൂക്കേറ്റ് എന്ന് വെച്ചാൽ അപര്യാപ്തത. ഏതിലുള്ള അപര്യാപ്തത? ബേസിക് ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ ഹാവ് റിസൾട്ടഡ്, അത് എന്തിന് കാരണമാകുന്നു? ഇൻ എ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ സർട്ടൺ റീജിയൻസ്. ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ഈ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വ്യവസായ വികസനം കേന്ദ്രീകരിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. നോക്കിയുള്ളൂ. ഡിഫറൻസസ് ക്യാൻ ബി സീൻ ഇൻ ദ ഇൻകം ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദീസ് ഏരിയ. ഈ ഏരിയാസിൽ, അല്ലെ, ഈ പറയുന്ന ഏരിയാസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇൻകത്തിൽ, ഇൻകം എന്ന് വെച്ചാൽ വരുമാനത്തിലും, ലിവിങ് സ്റ്റാൻഡേർഡ്സ്
ജീവിത നിലവാരത്തിലും ഡിഫറൻസസ് ക്യാൻ ബി സീൻ, വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ ഡിഫറൻസസ് ക്യാൻ ബി സീൻ, വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു ഏതിലൊക്കെ? ഇൻ ദ ഇൻകം ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്, വരുമാനത്തിലും പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സിലും ജീവിത നിലവാരത്തിലും എവിടെയാണ്? ഓഫ് ദ പീപ്പിൾ ഇൻ ദീസ് ഏരിയാസ്, ഈ ഏരിയാസ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഇൻകത്തിലും ലിവിങ് സ്റ്റാൻഡേർഡ്സിലും എന്ത് കാണപ്പെടുന്നു? ഡിഫറൻസസ് കാണപ്പെടുന്നു. ദിസ് കോസസ് റീജിയണൽ ഇൻഇക്വാലിറ്റി ഇൻ ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ഏരിയാസ്. ഇത് എന്തിന് കാരണമാകുന്നു? ദിസ് കോസസ്, ഇത് കാരണമാകുന്നു ഏതിന്? റീജിയണൽ ഇൻഇക്വാലിറ്റി, പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമാകുന്നു. എവിടെ? ഇൻ ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ഏരിയാസ്. ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ഏരിയാസ് അല്ലേ, അതായത് വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന, അതാണ് ഇൻഡസ്ട്രിയലി ബാക്ക്വേർഡ് ഏരിയാസ്. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇതെന്തിന് കാരണമാകുന്നു? റീജിയണൽ ഇൻഇക്വാലിറ്റിക്ക്, പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമാകുന്നു. അപ്പം നോക്കിയോളൂ ഇനി അടുത്തത്. എന്താണ് പ്രാദേശിക അസമത്വം? പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം, അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യാവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. അടുത്തത്, വാട്ട് ഈസ് മൈഗ്രേഷൻ? അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നത് എന്താണ്? ഉൽപ്പന്ന വ്യവസായങ്ങൾ എന്ന് പഠിച്ചില്ലേ നമ്മൾ? ഉൽപ്പന്ന വ്യവസായങ്ങൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നാമത്തെ പൊല്യൂഷൻ, അതിൻ്റെ അനന്തരഫലമാണ് പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം. അത് നമ്മൾ പഠിച്ചു. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തത് പൊല്യൂഷൻ, മലിനീകരണം നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് റിസോഴ്സ് ഡിപ്ലീഷൻ, വിഭവ ശോഷണം, അത് നമ്മൾ പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചത് റീജിയണൽ ഇൻഇക്വാലിറ്റി, പ്രാദേശിക അസമത്വം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈഗ്രേഷൻ, കുടിയേറ്റം. എന്താണ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ ഇസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. അതായത് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടിയേറ്റം. People migrate from less developed areas to developed industrial areas for employment and better living conditions. ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ, ജനങ്ങൾ കുടിയേറുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഫ്രം ലെസ് ഡെവലപ്ഡ് ഏരിയാസിൽ നിന്ന് അല്ലേ, വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് ടു ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, വികസിതമായിട്ടുള്ള വ്യാവസായിക പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുടിയേറ്റം നടത്തുന്നു അല്ലേ, മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ഫോർ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചപ്പോൾ തൊഴിൽ അല്ലേ, തൊഴിലിന് വേണ്ടിയിട്ടും ആൻഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്, നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ ബെറ്റർ ലിവിങ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടും എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് ജനങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ലെസ് ഡെവലപ്ഡ് ഏരിയാസിൽ നിന്ന് ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ലാസ്റ്റ് സെൻറ്റൻസ്, ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇതിൻ്റെ ഫലമായിട്ട് അല്ലേ, ഈ ഇങ്ങനെ മൈഗ്രേഷൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ് ഇൻ ദിസ് ഏരിയ, ഈ ഏരിയാസിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ജനസാന്ദ്രത അല്ലേ, ജനസാന്ദ്രത വർദ്ധിക്കുന്നു. ഏത് ഏരിയാസിലാണ് ഈ ജനസാന്ദ്രത വർദ്ധിക്കുന്നത്? ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ അല്ലേ, ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് കുടിയേറ്റം? ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി കുടിയേറ്റം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു. ഓക്കെ ആണല്ലോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് നഗരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ എന്ന് പറയും. എന്താണ് അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം? ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗര വലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം. അപ്പം നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യയിലും നഗര വലിപ്പത്തിലും ഉണ്ടാകുന്ന ഒരു വർധനവ്.
നോക്കിയോളൂ. വാട്ട് യു മീൻ ബൈ അർബനൈസേഷൻ? എന്താണ് അർബനൈസേഷൻ? അർബനൈസേഷൻ ഈസ് ദ ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. സിറ്റീസിൻ്റെ അല്ലെങ്കിൽ നഗരങ്ങളുടെ സൈസ്, അതിൻ്റെ വലിപ്പവും പിന്നെ പോപ്പുലേഷൻ, അവരുടെ ജനസംഖ്യയും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ വർദ്ധിക്കുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട്, നഗരപ്രദേശങ്ങളിലോട്ടുള്ള മൈഗ്രേഷനാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് നാച്ചുറൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ സിറ്റീസ്. ഈ നഗരങ്ങളിലെ നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവ്. ഇത് രണ്ടും കാരണമാണ് അർബനൈസേഷൻ സംഭവിക്കുന്നത്. എന്താണ് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. സിറ്റീസിൻ്റെ, നഗരങ്ങളുടെ സൈസും അവരുടെ പോപ്പുലേഷനും ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നതാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന രണ്ട് ഘടകങ്ങളാണ്. എന്താണ്? ഒന്നാമത്തത് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ടുള്ള മൈഗ്രേഷൻ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നാച്ചുറൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ സിറ്റീസ്. സിറ്റീസിൽ, നഗരങ്ങളിലെ നാച്ചുറൽ ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനെ 52ാമത്തെ ക്വസ്റ്റ്യൻ. നഗരവൽക്കരണത്തിൻ്റെ പരിണിത ഫലം എന്ത്? വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് അർബനൈസേഷൻ? എന്താണ്? ഒന്നാമത്തത് മാസീവ് ഇൻക്രീസ് ഇൻ ദ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. സിറ്റീസിൻ്റെ അല്ലെങ്കിൽ നഗരങ്ങളുടെ വിസ്തൃതിയിലും അല്ലേ, അതിൻ്റെ സൈസിലും അല്ലേ, വിസ്തൃതിയിലും പിന്നെ എന്താണ് അവിടുത്തെ പോപ്പുലേഷനിൽ അല്ലേ, ജനസംഖ്യയുടെയും മാസീവ് ഇൻക്രീസ്, വൻതോതിൽ വർദ്ധിക്കുന്നത്. മാസീവ് എന്ന് വെച്ചാൽ വൻതോതിൽ ഇൻക്രീസ് ആവുന്നത്, വർദ്ധിക്കുന്നത്. അതാണ് എന്തിൻ്റെ റിസൾട്ട്? അർബനൈസേഷൻ്റെ റിസൾട്ട്. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് എന്താണ്? മാസീവ് ഇൻക്രീസ് ഇൻ ദ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നു. രണ്ടാമത്തത് കോസസ് സോഷ്യോ എക്കണോമിക് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. അതായത് കോസസ് കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നു? സോഷ്യോ സാമൂഹിക, എക്കണോമിക് സാമ്പത്തിക, എൻവയോൺമെൻറ്റൽ പാരിസ്ഥിതിക, പിന്നെ ചേഞ്ചസ് മാറ്റങ്ങൾക്ക് അല്ലേ, അതായത് സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇത് രണ്ടുമാണ് അർബനൈസേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നഗരവൽക്കരണത്തിൻ്റെ പരിണിത ഫലം. എന്തൊക്കെയാണ്? ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, മാസീവ് ഇൻക്രീസ് ഇൻ ദ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ്. നഗരങ്ങളുടെ വിസ്തൃതിയിലും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നത്. രണ്ടാമത്തത് കോസസ് സോഷ്യോ എക്കണോമിക് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് യു മീൻ ബൈ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്? എന്താണ് റിസോഴ്സിൻ്റെ കൺസർവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ നേരത്തെ റിസോഴ്സ് ഡിപ്ലീഷൻ പറഞ്ഞു, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കൺസർവേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിസോഴ്സ് ഡിപ്ലീഷൻ അല്ലെങ്കിൽ വിഭവ ശോഷണം എന്ന് പറയുന്നത്. ഇവിടെ വിഭവ സംരക്ഷണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? നോക്കിയോളൂ. കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഇസ് ദ process of ensuring their availability by avoiding over exploitation through judicious use. എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവ സംരക്ഷണം ഈസ് ദ, അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? ഓഫ് എൻഷുറിങ് എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുന്നു. എന്ത് ഉറപ്പുവരുത്തുന്നു? ദെയർ അവൈലബിലിറ്റി, അവയുടെ ലഭ്യത. ഏതിൻ്റെ? ഈ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഈ റിസോഴ്സസിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നു. എങ്ങനെ? ബൈ അവോയ്ഡിങ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക. എന്തൊഴിവാക്കുന്നു? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം. ത്രൂ ജുഡീഷ്യസ് യൂസ് എന്ന് വെച്ചാൽ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ അല്ലേ, ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസ്, വിവേകപൂർവമായ അല്ലെങ്കിൽ വിവേകപൂർണമായ ഉപയോഗത്തിലൂടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അവോയ്ഡ് ചെയ്ത് നമ്മൾ വിഭവങ്ങളുടെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക എന്നതാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ എന്താണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഇസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ദെയർ അവൈലബിലിറ്റി. അവയുടെ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ അവോയ്ഡിങ്. എന്തെന്ന് ഒഴിവാക്കുന്നു? ബൈ അവോയ്ഡിങ് എന്ന് വെച്ചാൽ ഒഴിവാക്കുന്നു. എന്തൊഴിവാക്കുന്നു? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം ഒഴിവാക്കുന്നു. ത്രൂ ജുഡീഷ്യസ് യൂസ്. എങ്ങനെയാണ് അമിതമായ ചൂഷണം ഒഴിവാക്കുന്നത്? ജുഡീഷ്യസ് യൂസിലൂടെ. ജുഡീഷ്യസ് യൂസ് എന്ന് പറഞ്ഞാൽ വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ. മനസ്സിലായോ?
ഇതാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വിഭവ സംരക്ഷണം? വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്? വിഭവ സംരക്ഷണത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? നോക്കിയോളൂ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ആർ, എത്ര ഉണ്ട്? 3 ഉണ്ട്. ഒന്നാമത്തത് ടു കൺസർവ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസിൻ്റെ വിഭവങ്ങളെ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക. അപ്പം എന്താണ്? ടു കൺസർവ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ, പരിസ്ഥിതിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. പരിസ്ഥിതിയുടെ അല്ലെ എൻവയോൺമെൻറ്റിൻ്റെ ബാലൻസ് എന്ന് വെച്ചാൽ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മിനിമൈസ് ഇമ്പാക്ട്സ് ഓൺ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. മിനിമൈസ് ചെയ്യുക. മിനിമൈസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക. എന്ത് കുറയ്ക്കുക? ഇമ്പാക്ട്സ് ഓൺ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരിലും ഹ്യൂമൻ ബീയിങ്സിലും നേച്ചറിലും പ്രകൃതിയിലും ഏൽപ്പിക്കുന്ന ഇമ്പാക്ട്സ് എന്ന് വെച്ചാൽ ആഘാതങ്ങൾ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുക. ഇതെല്ലാമാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഒന്നാമത്തത് ടു കൺസർവ് റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ റിസോഴ്സസിനെ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുക. രണ്ടാമത്തത് മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തത് മിനിമൈസ് ഇമ്പാക്ട്സ് ഓൺ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ മനുഷ്യരിലും നേച്ചർ പ്രകൃതിയിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഇമ്പാക്ട്സിനെ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. ഇത് മൂന്നുമാണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിഭവ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തല്ല? ഒന്ന്, ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിക്കുക. രണ്ടാമത്തത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. മൂന്നാമത്തത് പ്രകൃതിയിലും മനുഷ്യരിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക. എന്നിവയാണ് വിഭവ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്ത 55ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മെയിൻ റിസോഴ്സ് കൺസർവേഷൻ മെത്തേഡ്സ്? പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തത് റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ റീസൈക്ലിംഗ് എന്ന് വെച്ചാൽ പുനരുപയോഗം. 2, വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം. 3, എനർജി കൺസർവേഷൻ, ഊർജ സംരക്ഷണം. 4, ഫോറസ്റ്റ് കൺസർവേഷൻ, വനസംരക്ഷണം. അടുത്തത് സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷണം. അടുത്തത് മിനറൽ കൺസർവേഷൻ, ധാതു സംരക്ഷണം. അടുത്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വന്യജീവി സംരക്ഷണം. ഇതെല്ലാമാണ് മെയിൻ റിസോഴ്സ് കൺസർവേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രധാന വിഭവ സംരക്ഷണ മാർഗങ്ങൾ. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വാട്ട് യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എയിം ചെയ്യുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്, എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റിലുള്ള അതായത് നിലവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം അല്ലേ? നിലവിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് നിറവേറ്റണം. ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റിലുള്ള എന്ന് വെച്ചാൽ നിലവിലുള്ള, നീഡ്സ് എന്ന് വെച്ചാൽ ആവശ്യങ്ങൾ, മീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് നിറവേറ്റുക, നിർവഹിക്കപ്പെടുക എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റിൻ്റെ നീഡ്സ് എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഭാവി തലമുറയ്ക്ക് അല്ലെ, ഫ്യൂച്ചർ ജനറേഷന് തങ്ങളുടെ ആവശ്യങ്ങൾ, ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്, അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു എബിലിറ്റി, അവരുടെ ആ ശേഷിക്ക് വിത്തൗട്ട് കോംപ്രമൈസിങ്, ഒരു തരത്തിലും ഉള്ള കോംപ്രമൈസ് ചെയ്യാതെ, കോംപ്രമൈസ് എന്ന് വെച്ചാൽ വിട്ടുവീഴ്ചയൊന്നും വരുത്താതെ നിലവിലെ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിയുള്ളൂ. എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ ദ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. അതായത് എക്കണോമിക് ഗ്രോത്ത് അതായത് സാമ്പത്തിക വളർച്ച ക്യാൻ ബി അച്ചീവ്ഡ്, നമുക്ക് കൈവരിക്കാം. എങ്ങനെയാണ്? ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ, ഒരു ബാലൻസിലൂടെ അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥയിലൂടെയാണ്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ബാലൻസിലൂടെയാണ്?
ദ വെൽഫെയർ ഓഫ് ദി എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ വെൽഫെയർ, പരിസ്ഥിതിയുടെ ക്ഷേമം. പിന്നെന്താണ്? ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി ലിവിങ് ഓഫ് ദ പീപ്പിൾ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ ജീവിത നിലവാരം. ആരുടെ? ഓഫ് ദ പീപ്പിൾ, അതായത് ജനങ്ങളുടെ ജീവിത നിലവാരവും അതുപോലെ പരിസ്ഥിതിയുടെ ക്ഷേമവും തമ്മിലുള്ള ഒരു ബാലൻസിലൂടെയാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതിയാലും മതി, രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഇത്രയും നോക്കിയുള്ളൂ. സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ഇതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്യാം? ഹൗ ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത്, അല്ലേ? സാമ്പത്തിക വളർച്ച എങ്ങനെ കൈവരിക്കാം? അതിൻ്റെ ആൻസറാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജനങ്ങളുടെ ജീവിത നിലവാരവും പരിസ്ഥിതിയുടെ ക്ഷേമവും തമ്മിലുള്ള സന്തുലനാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം. എക്കണോമിക് ഗ്രോത്ത് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ബാലൻസ് ബിറ്റ്വീൻ ദ വെൽഫെയർ ഓഫ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ വേസ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം അച്ചീവ് ചെയ്യാൻ, കൈവരിക്കാൻ ഉള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്? ഏതൊക്കെയാണ്? ഒന്നാമത്തത് റീസൈക്കിൾ റിസോഴ്സസ്, വിഭവങ്ങൾ പുനഃചംക്രമണം ചെയ്യുക. രണ്ടാമത്തത് റെഡ്യൂസ് യൂസേജ്, ഉപയോഗം കുറയ്ക്കുക. യൂസേജ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക. അടുത്തത് റീയൂസ് എന്ന് വെച്ചാൽ പുനരുപയോഗം ചെയ്യുക. റീയൂസ് അല്ലേ, വീണ്ടും യൂസ് ചെയ്യുക, അതാണ് പുനരുപയോഗം ചെയ്യുക, അതാണ് റീയൂസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 രീതിയിലൂടെ അല്ലെങ്കിൽ ഈ 3 മാർഗങ്ങളിലൂടെ നമുക്ക് സുസ്ഥിര വികസനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ SDG എന്നും പറയും. SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. ഗോൾസ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സുസ്ഥിര വികസന, ഗോൾസ് ലക്ഷ്യങ്ങൾ. അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നാൽ എന്ത്? നോക്കിയോളൂ. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആർ എ കളക്ഷൻ ഓഫ് 17 ഗോൾസ് proposed by the United Nations in 2015 to achieve them by 2030. ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് 17 ഗോൾസ്, ഒരു 17 ലക്ഷ്യങ്ങളുടെ ഒരു കളക്ഷനാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ. ആരാണ് പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ്, UNO എന്ന് പറയും, യുണൈറ്റഡ് നേഷൻസ്. ഏത് വർഷമാണ്? ഇൻ 2015, 2015 പ്രപ്പോസ് ചെയ്ത, യുണൈറ്റഡ് നേഷൻസ് 2015 പ്രപ്പോസ് ചെയ്ത 17 ഗോൾസിൻ്റെ 17 ലക്ഷ്യങ്ങളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? ടു അച്ചീവ് ദം ബൈ 2030, 2030 ആകുമ്പോഴേക്കും ഇത് കൈവരിക്കാൻ വേണ്ടിയിട്ട്, 2030 ആകുമ്പോഴേക്കും ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് UN കൊണ്ടുവന്ന, യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന, എപ്പോൾ? 2015 കൊണ്ടുവന്ന 17 ഗോൾസ്, 17 ഗോൾസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 2030 ആകുമ്പോഴേക്കും നേടിയെടുക്കുന്നതിനായി 2015 ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച 17 ലക്ഷ്യങ്ങളുടെ ഒരു സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. UN എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ കൺട്രീസും, എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ നിലവിൽ വന്ന ഒരു സംഘടനയാണത്.